2012 ശംഖുബസാറിൽ നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പടിഞ്ഞാറെ വെമ്പല്ലൂർ പുളിപ്പറമ്പിൽ വീട്ടിൽ രശ്മിത്, ചാലിൽ വീട്ടിൽ ദേവൻ എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. ആശമാരുടെ മുടിമുറി സമരത്തെ തടയില്ലെന്നും അവരുമായി ഉടൻ സംസാരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ആശമാരുടെ സമരപന്തലിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തും. മുടിമുറി സമരത്തെ പറ്റിയുൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ദുരിതത്തെക്കുറിച്ചുള്ള വാർത്തയോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ചു. അടിയന്തരമായ അധികാരികൾ ഇടപെട്ട് നിത്യരോഗി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BA നദീർ ആവശ്യപ്പെട്ടു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. 2012 ശംഖുബസാറിൽ നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങ ബസാർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ രശ്മിത് 37, പടിഞ്ഞാറെ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി ചാലിൽ വീട്ടിൽ ദേവൻ 37 എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. മതിലകം ശംഖുബസാർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവത്തിൽ ഉണ്ടായ അടിപിടിയെ തുടർന്നുള്ള വൈരാഗ്യത്താൽ ചിറ്റാപ്പുറത്ത് മധു, കോലാന്തറ സുധി എന്നിവരെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിലാണ് ശിക്ഷ. പടിഞ്ഞാറെ വെമ്പല്ലൂർ കുടിലിങ്ങ ബസാർ സ്വദേശി പുളിപ്പറമ്പിൽ വീട്ടിൽ രശ്മിത്, പടിഞ്ഞാറെ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി ചാലിൽ വീട്ടിൽ ദേവൻ എന്നിവരെയാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തി തൃശൂർ അഡീഷണൽ ഫസ്റ്റ് ക്ലാസ് കോടതി ശിക്ഷിച്ചത്. പടിഞ്ഞാറെ വെമ്പല്ലൂർ ശംഖുബസാർ സ്വദേശി അനിൽ എന്നയാളുടെ പരാതിയിൽ മതിലകം പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്ന പത്മരാജൻ രജിസ്റ്റർ ചെയ്ത് ആദ്യ അന്വേഷണം നടത്തിയിരുന്നു. കൊടുങ്ങല്ലൂർ ഇൻസ്പെക്ടറായിരുന്ന VS നവാസാണ് തുടർന്നുള്ള അന്വേഷണം നടത്തി പ്രതികളെ അറസ്റ്റ് ചെയ്ത് പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കുറ്റപത്രം സമർപ്പിച്ചത്. അന്വേഷണ സംഘത്തിൽ ASI ജഗദീഷ് PH, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ KC ശിവൻ എന്നിവരും ഉണ്ടായിരുന്നു. പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും 24ഓളം സാക്ഷികളെ വിസ്തരിച്ചു. 45 രേഖകളും 37 മുതലുകളും ഹാജരാക്കി. പബ്ലിക് പ്രോസിക്യൂട്ടർ KP അജയ്കുമാർ പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായി. ലേസൺ ഓഫീസറായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ആശമാരുടെ മുടിമുറി സമരത്തെ തടയില്ലെന്നും അവരുമായി ഉടൻ സംസാരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ആശമാരുടെ സമരപന്തലിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും മുടിമുറി സമരത്തെ പറ്റിയുൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അനുസരിച്ച് എന്തായാലും 50, 60, 70 ഉറപ്പാണ്. അത് 1 കോടി ആയാൽ 1 കോടിയാക്കും. എനിക്ക് തോന്നുന്നു ഒരുപാട് പേര് അതിനകത്ത് പങ്കുചേരുന്നു. അങ്ങനെ വന്നാൽ നമുക്ക് ജനങ്ങൾക്കൊരു, കാരണം കോവിഡ് എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ് ജീവൻ പണയം വെച്ച് ഓരോ അപകടം പ്രതികരിക്കുന്ന റോഡിൽ ചെന്ന് തുറന്ന് അതിൽ നിന്നുള്ള വായു അവർക്ക് ഡയറക്റ്റ് കോൺടാക്റ്റാണ്. എത്ര പേർക്ക് PPE കിറ്റ് കിട്ടി, എത്ര പേർക്ക് മാസ്ക് ഇട്ടുകൊണ്ടാണ് ഇത് ചെയ്തത് നമുക്കറിയത്തില്ല. അപ്പോൾ ഒരുപക്ഷെ അവരുടെ ജീവനും ജീവിതവും മുമ്പോട്ട് എന്തെന്ന് പോലും ഒരു കണക്കെടുപ്പോ കണക്കൂട്ടലോ ഒന്നും നടത്താതെ എക്സ്പോസ് ചെയ്യുകയാണ്. അന്ന് മരണമാണ് അല്ലേ, ഇതിൽ എക്സ്പോസ്ഡ് ആയാൽ മരണമെന്നാണ് ലോകം മുഴുവൻ പറഞ്ഞത്. ആ മരണത്തിനെയാണ് അവർ നേരിട്ടത്. തിരിച്ച് സമൂഹത്തിന് എന്തോ ചെയ്യാം, ആ സാമൂഹിക പ്രവർത്തനത്തിന് വേണ്ടിയാണ് അവർ മുടിമുറിച്ചുള്ള സമരത്തിലേക്ക് പോവുകയാണെന്ന് പറയുന്നത്. അത്തരം അത് പിന്മാറണമെന്നല്ല, അത് ഞാൻ അവരെ ഇപ്പോൾ കാണുന്നു. ട്രിവാൻഡ്രത്ത് ചെന്നിട്ട് ഞാൻ അവരെ കാണുന്നു. പ്രശ്നപരിഹാരത്തിന് കൺസോർഷ്യം രൂപവൽക്കരിക്കാൻ അദ്ദേഹം സന്നദ്ധത പ്രകടിപ്പിച്ചു. ആദ്യഘട്ടത്തിൽ 1 കോടി രൂപ താൻ സംഭാവന നൽകുമെന്നും ബാക്കി സമൂഹത്തിൽ നിന്നും സ്വരൂപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മരണത്തെ മുഖാമുഖം നേരിട്ടാണ് ആശമാർ കോവിഡ് കാലത്ത് സമൂഹത്തിനു വേണ്ടി പ്രവർത്തിച്ചത്. അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ചെയ്യണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. തിങ്കളാഴ്ചയാണ് ആശമാർ സെക്രട്ടേറിയറ്റിനു മുന്നിൽ മുടിമുറി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ദുരിതത്തെക്കുറിച്ചുള്ള വാർത്തയോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ചു. അടിയന്തരമായ അധികാരികൾ ഇടപെട്ട് നിത്യരോഗി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BA നദീർ ആവശ്യപ്പെട്ടു.
പുത്തഞ്ചിറ കൃഷിഭവന് സമീപം 4 കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തെക്കുറിച്ച് മീഡിയ ടൈം വാർത്ത നൽകിയിരുന്നു. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ പരിസരത്ത് ഏതാണ്ട് 4 കുടുംബങ്ങൾ കുടിവെള്ളം കിട്ടാതെ ഞങ്ങൾക്ക് കുടിവെള്ളം തരൂ എന്ന് പറഞ്ഞുകൊണ്ട് കേഴുന്ന ഒരവസ്ഥയുണ്ട്. ഇവിടുത്തെ ഒരു കക്ഷി ഇത് പൊതുവഴിയല്ല, സ്വന്തം വഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ 4 കുടുംബങ്ങൾക്ക് കുടിവെള്ളം നിഷേധിച്ചിരിക്കുകയാണ്. അതിലൊരു കുടുംബത്തിൻ്റെ സ്ഥിതി വളരെ ദയനീയമാണ്. ക്യാൻസർ പേഷ്യൻ്റായ, അതായത് നിത്യരോഗിയായ ഒരു വീട്ടമ്മയടക്കമുള്ള കുടുംബങ്ങളാണ് ഇതിനകത്തുള്ളത്. അവർക്ക് കുടിവെള്ളം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ കേസ് ഫയൽ ചെയ്തിരിക്കുന്നു. ഏറെ വിചിത്രമായിട്ട് എനിക്ക് തോന്നുന്നത്, ഈ കേസ് ഫയൽ ചെയ്തപ്പോൾ ഏതാണ്ട് 3.5 മീറ്റർ മുതൽ 4 മീറ്റർ വീതി വരെ വഴിയുള്ള ഈ വഴിയെ കേസ് ഫയൽ ചെയ്ത കക്ഷി തന്നെ 3 മീറ്റർ താഴെയാണ് വീതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രദേശത്ത് താമസിക്കുന്ന, ദുരിതമനുഭവിക്കുന്ന, കുടിവെള്ളം കിട്ടാതെ അധികാരികളുടെ മുന്നിൽ കേഴുന്ന ആ കുടുംബങ്ങൾക്ക് അടിയന്തിരമായി അധികാരികൾ ഇതിനകത്ത് ഇടപെട്ടുകൊണ്ട് നമ്മുടെ പുത്തഞ്ചിറയിൽ കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന കുടുംബങ്ങൾ അതാരായാലും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് കുടിവെള്ളം ജീവൻ നിലനിർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് കുടിവെള്ളമാണ്. ആ കുടിവെള്ളം കൊടുക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അടിയന്തിരമായി അവർക്ക് കുടിവെള്ളം എത്തിക്കണമെന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വേണ്ടിയിട്ട് പറയാനുള്ളത്. ചാലക്കുടിയിൽ പുലിപേടി നിലനിൽക്കെ കാടുകുറ്റി പഞ്ചായത്തിലും പുലിയിറങ്ങി. ഇവിടെ പുലി വളർത്തുനായയെ ആക്രമിച്ചു. കാടുകുറ്റി പഞ്ചായത്തിലെ 3-ാം വാർഡായ കുറുവാക്കടവ് വട്ടക്കോട്ട വാർഡിൽ കണക്കാപ്പറമ്പിൽ അമ്മിണിയമ്മയുടെ വീട്ടിലെ വളർത്തുനായയെയാണ് പുലി ആക്രമിച്ചത്. ആക്രമണത്തിൽ ഡാഷിനത്തിൽപ്പെട്ട വളർത്തുനായയുടെ മുഖത്തും ശരീരത്തിലും ആഴത്തിലുള്ള മുറിവേറ്റു. വെള്ളിയാഴ്ച രാത്രി 10ഓടെയായിരുന്നു സംഭവം. നായയുടെ ബഹളം കേട്ടെത്തിയ വീട്ടുകാർ പുലി നായയെ കടിച്ചുകുടയുന്നതാണ് കണ്ടത്. വീട്ടുകാരുടെ ബഹളം കേട്ട് പുലി നായയെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. വിവരമറിഞ്ഞ് പുലിക്കായി പുഴയിൽ തെരച്ചിൽ നടത്തിയിരുന്ന RRT ദൗത്യസംഘം സ്ഥലത്തെത്തി. പുലിയുടെ കാൽപ്പാടുകളും വീട്ടുപരിസരത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നും പുലി കാടുകുറ്റി ഭാഗത്തേക്ക് കടന്നിരിക്കാമെന്നാണ് വനം വകുപ്പിന്റെ നിഗമനം. എന്നാൽ ഒന്നിൽ കൂടുതൽ പുലികളുണ്ടെന്ന സംശയവും വനം വകുപ്പ് തള്ളിക്കളയുന്നില്ല. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പട്ടിക്കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ ഈ ജനല തുറന്ന് ടോർച്ചടിച്ച് നോക്കി കഴിഞ്ഞപ്പോൾ ഈ പുലി, ഞാൻ വേറെ ഏതോ നായാന്ന് വിചാരിച്ച കഴിക്കണുണ്ടെങ്കിൽ ഞാൻ നോക്കിയപ്പോൾ പുലി. ആകെ പേടിച്ച് ഞാൻ എന്നിട്ട് കുറേ ഒച്ച എടുത്തിട്ട് ഇത് പോണില്ല. ഇവനെ വിളിച്ചു. ഇവൻ നല്ലോണം ഒച്ച എടുത്ത് അപ്പുറത്ത് പോയി ലൈറ്റൊക്കെ ഇട്ടു. ലൈറ്റിട്ട് ഒച്ചയും ബഹളം കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഓടി. ഇത് ഇവിടെ ഇട്ട് കടിക്കായിരുന്നു. ഇത് തന്നെ പിന്നിലേക്ക് അങ്ങോട്ട് ഓടിപ്പോയി. കണ്ടു എന്ന് പറഞ്ഞു. ഇപ്പം വാലൊക്കെ കണ്ടു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എവിടേക്കാണ് പോയെന്ന് കണ്ടില്ല. ഒച്ച എടുത്ത കാരണം കൊണ്ടാണ് പോയത്. ലൈറ്റ് ഒച്ച എടുക്കണ്ട് ഒരു ലംഘനവും ഇല്ല. പിന്നെയും കടിച്ചു വലിച്ചുകൊണ്ടിരിക്കണം. ഇറങ്ങിയൊന്നും വന്നില്ല. ഞാൻ ഇറങ്ങിയില്ല. അത് ഓടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങി വന്നു. അപ്പൊ പട്ടി ചത്തു എന്നുള്ള രീതിയിൽ നമ്മൾ ചെന്ന് പട്ടി അനക്കല്ലേ ബോധമില്ലാണ്ട് കിടക്കാറുണ്ട്. എന്നിട്ട് കുറെ നേരം തട്ടി അവനെ നീട്ടി കരഞ്ഞു. അവൻ അങ്ങനെ തന്നെ എടുത്ത് നേരെ വീട്ടിൽ. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ വലിയ പറമ്പിൽ സ്ഥാപിക്കാൻ പോകുന്ന MCF പദ്ധതിക്കെതിരെ ഉപവാസ സമരം സംഘടിപ്പിച്ചു. കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് PD ജോസ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് മെമ്പർ ജിയോ കുടിയൻ അധ്യക്ഷത വഹിച്ചു. സമാപന സമ്മേളനം മാള ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ബിനോയ് അദിയാരത്ത്, TK ജിനേഷ്, അമ്പിളി സജീവ്, ലിസി സേവ്യർ, ഷാജു കുന്നത്തോളി, ജോഷി കാഞ്ഞുത്തറ, സോയ് കോലഞ്ചേരി, മാഗി ജോസ്, സ്റ്റീഫൻ എടാട്ടുകാരൻ, ദേവിലാൽ കടയിൽ തറയിൽ, അജി കാവനാട്, ലിനീഷ് താണിക്കുന്നിൽ എന്നിവർ പങ്കെടുത്തു. കുഴൽപ്പണക്കേസിൽ BJP നേതാക്കളെ സംരക്ഷിക്കുന്ന ED നിലപാടിനെതിരെ CPIM മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം KR വിജയ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ED അറിയുന്നതിനേക്കാളും മുമ്പ് അറിയുന്ന മാധ്യമങ്ങളുണ്ട്. അത് CPM-നെതിരായിട്ടുള്ള വാർത്തകളാകുമ്പോൾ നമ്മൾ ഇന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുന്ന വിഷയത്തെ സംബന്ധിച്ച് പ്രിയപ്പെട്ട സഖാക്കൾക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാം. കേരളം
നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാക്ഷരത നേടിയിട്ടുള്ള സംസ്ഥാനമാണ്. അത് നിയമസാക്ഷരതയായാലും മറ്റേത് രീതിയിലായാലും പ്രബുദ്ധമായിട്ടുള്ളൊരു ജനതയാണ് കേരളത്തിലെ ജനത, അല്ലെങ്കിൽ മലയാളി എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ട്. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത ദിവസങ്ങളിൽ 27, 28, 29 ദിവസങ്ങളിൽ ഈ സംസ്ഥാനം മുഴുവൻ ഏറ്റവും വലുതായ രീതിയിൽ ചർച്ച സംഘടിപ്പിക്കേണ്ടുന്ന മാധ്യമങ്ങൾ അതെത്രത്തോളമാണ് ഹൈലൈറ്റ് ചെയ്തത് എന്ന് കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും ശ്രവിക്കുന്ന ആളുകൾക്ക് നല്ല ബോധ്യമായി കാണും. CPM മാള ഏരിയ സെക്രട്ടറി TK സന്തോഷ് അധ്യക്ഷത വഹിച്ചു. M രാജേഷ്, C ധനുഷ് കുമാർ, സിന്ധു ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെ പൊയ്യ ഗ്രാമപഞ്ചായത്ത് മനുഷ്യചങ്ങല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് മനുഷ്യചങ്ങല ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ നമ്മളൊരു പ്രതിജ്ഞയോടുകൂടി ഇത് അവസാനിപ്പിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ സഹോദരിമാരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് നമ്മൾ പോകുന്നതാണ്. അത് നമുക്ക് ആ വിപത്തിനെ നമ്മൾ ഏറ്റവും വലിയ വിപത്തായിട്ട് കണ്ടത് നമ്മുടെ വെള്ളപ്പൊക്കവും അതുപോലെ തന്നെ പ്രളയകാലവും അതുപോലെ നമ്മുടെ കോവിഡും ഒക്കെയാണ്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വിപത്ത് ലഹരിയാണ്. ആ ലഹരിയെ നമ്മുടെ ഈ പ്രദേശത്ത് നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്തുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ആ ലഹരിയെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഒറ്റക്കെട്ടായി മുന്നോട്ട് നിൽക്കുകയാണ്. വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സാബു കൈതാരൻ, പഞ്ചായത്ത് സെക്രട്ടറി TC ഗീത, ജോളി സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ലഹരി വിരുദ്ധ ഗാനം, പ്രതിജ്ഞ എന്നിവ നടന്നു. ഭരണി അന്നദാന യജ്ഞസമിതിയുടെയും കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര ഉപദേശക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഭരണി അന്നദാന മഹായജ്ഞത്തിന് രാജരാജ കുഞ്ഞുണ്ണി രാജഭദ്രദീപം കൊളുത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അന്നദാന യജ്ഞസമിതി ചെയർമാൻ P നാരായണൻകുട്ടി മേനോൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയ്കുമാർ, ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, തൃശൂർ ജില്ലാ സേവാഭാരതി അധ്യക്ഷൻ PN ഉണ്ണിരാജ IPS, കൊടുങ്ങല്ലൂർ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി A വിജയൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്താം, അന്നദാന സമിതി വർക്കിംഗ് ചെയർമാൻമാരായ അഡ്വക്കേറ്റ് M ത്രിമനടികൾ, ഡോക്ടർ P വിവേകാനന്ദൻ, വിഭാഗ സംഘചാലക് KS പത്മനാഭൻ, മാതൃശക്തി സമിതി കൺവീനർ ഷീബ ശിവദാസൻ, മാതൃസംയോജക ശ്രീ പത്മ വിവേകാനന്ദൻ എന്നിവർ പ്രസംഗിച്ചു. സഹസേവാ പ്രമുഖ K ദാമോദരൻ സേവാ സന്ദേശം നൽകി. കുമാരി ലക്ഷ്മി സുനിൽ കുമാർ സോപാന സംഗീതം ആലപിച്ച് കണ്ണൻ വാര്യർ ഇടയ്ക്കയിൽ താളം നൽകുകയും ചെയ്തു. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂളിലെ സ്കൗട്ട് ട്രൂപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. മാളപ്പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് പൊയ്യ പഞ്ചായത്ത് പ്ലാവിൻമുറി ജംഗ്ഷനുകളിൽ അവതരിപ്പിച്ച് മാള ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. മാള പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സുധാകരൻ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. വലിയൊരു സന്ദേശവുമായി ബോധവൽക്കരണ പരിപാടി നടത്തിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പിന്തുണച്ച PTA, OSA അംഗങ്ങളെയും അനുമോദിച്ചു. OSA പ്രസിഡന്റ് ബൈജു പാറേക്കാടൻ, സ്കൗട്ട് ഇൻചാർജ് ടീന PG, പ്രധാന അധ്യാപിക സീമ VJ എന്നിവർ പങ്കെടുത്തു. SFI ചാലക്കുടി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ചാലക്കുടിയിൽ വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. 100 കണക്കിന് വിദ്യാർത്ഥികൾ അണിനിരന്ന വിദ്യാർത്ഥി റാലിയും പൊതുസമ്മേളനവും SFI കേന്ദ്ര കമ്മിറ്റി അംഗം വിചിത്ര ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി ഏരിയ പ്രസിഡന്റ് സാംസൺ ആന്റണി അധ്യക്ഷത വഹിച്ചു. CPM ചാലക്കുടി ഏരിയ സെക്രട്ടറി KS അശോകൻ, SFI ജില്ലാ പ്രസിഡന്റ് വിഷ്ണു R, അഡ്വക്കേറ്റ് KR സുമേഷ്, ഭവിൻ TB, നന്ദന PB, PA അശ്വിൻ, നദാഷ ES എന്നിവർ പ്രസംഗിച്ചു. മാളപ്പള്ളിപ്പുറം സെന്റ് ആന്റണീസ് UP സ്കൂൾ, ബ്ലഡ് ഈസ് റെഡ് വാട്സപ്പ് കൂട്ടായ്മ, തൃശൂർ ജില്ലാ കമ്മിറ്റി, ഹെയർ ബാങ്ക് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കേശദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ അമല ആശുപത്രിയിലെ ഹെയർ ബാങ്കിലേക്കായി സംഘടിപ്പിച്ച ക്യാമ്പ്
പൊയ്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡെയ്സി തോമസ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും കൂടുതൽ നമ്മുടെ ഹെയർ ഉപയോഗിക്കുന്നത് ക്യാൻസർ പേഷ്യൻ്റാണ്. നിങ്ങൾക്കറിയാലോ, അവരുടെ കീമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ മുടിയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ നിങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള അമ്മമാരെയൊക്കെ കണ്ടിട്ടില്ലേ? എന്തോരം മുടിയുള്ള അമ്മമാരായാലും അവരൊരുപാട് ദുരിതം വേദന അനുഭവിച്ചിട്ടാണ് ഈ ക്യാൻസർ എന്ന മഹാമാരിയുടെ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ അവർക്ക് ഉപകാരപ്രദമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കേശദാനം നടത്തുന്നത്. അത് അമല ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് നമ്മുടെ റസീദ പറയുകയുണ്ടായി. പൊയ്യ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കുട്ടൻ, വാർഡ് മെമ്പർ വർഗീസ് കാഞ്ഞുത്തറ, ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ കോർഡിനേറ്റർ റസീന അസീസ്, പ്രധാന അധ്യാപിക സീമ വിജയ് എന്നിവർ സംസാരിച്ചു. ചരിത്രപ്രസിദ്ധമായ കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ ഭരണി ആഘോഷത്തിനെത്തുന്ന ഭക്തന്മാർക്ക് തുടർച്ചയായി 4ാം വർഷവും മന്നം സേവാ സമിതി അന്നദാനം നൽകും. തിരുവഞ്ചിക്കുളം മഹാദേവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ പാമ്പുമേക്കാട്ട് മനവക സ്ഥലത്ത് ആരംഭിച്ച അന്നദാനത്തിന്റെ ഉദ്ഘാടനം തൃശൂർ തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ നിർവഹിച്ചു. മന്നം സേവാ സമിതിയുടെ നേതൃത്വത്തിൽ 29, 30, 31 അശ്വതി നാൾ വരെയാണ് അന്നദാനം. കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ സുനിൽ കർത്ത ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. NSS താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് മനോജ് മേനോൻ, തിരുവഞ്ചിക്കുളം ദേവസ്വം ഓഫീസർ സുധീർ മേലപ്പാട്, കെ ശ്രീരാജ്, കെ മാധവൻ, സത്യധർമ്മൻ അടികൾ, പുഷ്കല വേണുരാജ് എന്നിവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനകൾക്കെതിരെയും കേന്ദ്ര സ്കീമിന്റെ ഭാഗമായ ആശ, അംഗൻവാടി, സ്കൂൾ പാചക തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് CPM എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോസ്റ്റ് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. എടവിലങ്ങ് സ്കൂൾ പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് എടവിലങ്ങ് ചന്തയിലുള്ള പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. CPM കൊടുങ്ങല്ലൂർ ഏരിയ സെക്രട്ടറി സഖാവ് മുസ്താഖ് അലി പോസ്റ്റ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം CA ഷെഫീർ അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി വ്യാസവിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ KG വിഭാഗം വിദ്യാർത്ഥികളുടെ ഗ്രാജുവേഷൻ സെറിമണി നടത്തി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. തുമ്പൂർ ഹരിശ്രീ വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പൽ രമ്യ രാജേന്ദ്രൻ, വ്യാസ വിദ്യാനികേതൻ പൂർവ്വ വിദ്യാർത്ഥികളായ കൺസൾട്ടന്റ് ഡെന്റിസ്റ്റ് ഡോക്ടർ ഹരികൃഷ്ണൻ P, ഹൈക്കോടതി അഭിഭാഷകൻ അഡ്വക്കേറ്റ് വിശ്വം P വിജയൻ എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. 100-ലധികം കുട്ടികൾ പങ്കെടുത്ത വർണ്ണാഭമായ ചടങ്ങിൽ ജഗദ്ഗുരു ട്രസ്റ്റ് ചെയർമാൻ G പത്മനാഭൻ, സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീഷ്, ക്ഷേമ സമിതി പ്രസിഡന്റ് ഗംഗാധരൻ AK, മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, ശിശുവാടിക വിഭാഗം മാതൃസമിതി പ്രസിഡന്റ് സിഞ്ചു വിനോദ്, സൗമ്യ പ്രസാദ്, സ്കൂൾ മാനേജർ U പ്രഭാകരൻ, KG വിഭാഗം ഹെഡ് മിസ്ട്രസ് ലതിക എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 2012 ശംഖുബസാറിൽ നടന്ന ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തവും കഠിന തടവും 4 ലക്ഷം രൂപ പിഴയും ശിക്ഷ. പടിഞ്ഞാറെ വെമ്പല്ലൂർ പുളിപ്പറമ്പിൽ വീട്ടിൽ രശ്മിത്, ചാലിൽ വീട്ടിൽ ദേവൻ എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. ആശമാരുടെ മുടിമുറി സമരത്തെ തടയില്ലെന്നും അവരുമായി ഉടൻ സംസാരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തിരുവനന്തപുരത്ത് എത്തിയാലുടൻ ആശമാരുടെ സമരപന്തലിലെത്തി അവരുമായി കൂടിക്കാഴ്ച നടത്തും. മുടിമുറി സമരത്തെ പറ്റിയുൾപ്പെടെ ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ 4 കുടുംബങ്ങളുടെ കുടിവെള്ള ദുരിതത്തെക്കുറിച്ചുള്ള വാർത്തയോട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രതികരിച്ചു. അടിയന്തരമായ അധികാരികൾ ഇടപെട്ട് നിത്യരോഗി ഉൾപ്പെടെയുള്ള കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കണമെന്ന് പുത്തഞ്ചിറ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് BA നദീർ ആവശ്യപ്പെട്ടു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.